ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പയ്യെ ഞാൻ എല്ലാ മുറികളും വൃത്തിയാക്കി ഇടാൻ തുടങ്ങി. ഞാനും മോനും അഞ്ചും ഒക്കെ മിക്കവാറും ഈ താഴത്തെ മുറി തന്നെയാകട്ടെ എപ്പോഴും കിടക്കാൻ മാത്രമേ മേളിലേക്ക് വരാറുള്ളൂ. അതാണ് സൗകര്യം. ഞാനുണ്ടല്ലോ ഈ മഴ സമയത്ത് ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഈ കുന്തിരികത്തിന്റെ കുറ്റി അത് നമുക്കിപ്പോ വാങ്ങാൻ കിട്ടുമല്ലോ, അത് പുകയ്ക്കാറുണ്ട് കേട്ടോ. കാര്യം എന്തെങ്കിലുമൊക്കെ സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു വീടിന് ഫ്രഷ്നെസ്സും കൂടെ കിട്ടാറുണ്ട്. അത് നല്ലൊരു ഉപായമാണ് കേട്ടോ, വീട്ടിൽ ഈ കുന്തിരിക്കം പുകയ്ക്കുന്നത്. എന്റെ ഈ വീഡിയോസ് കണ്ടിട്ടെ എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചേ, നിനക്ക് എപ്പോഴും ഈ ഓരോരോ ജോലികൾ തന്നെയാണല്ലോ എന്ന്. സത്യത്തിൽ എനിക്ക് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ ബോറടിയാ. അത് ഈ മഴയത്ത് ഇതാകുമ്പോ സമയം പോകുന്നു അറിയത്തില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ സ്ഥാനങ്ങളുണ്ടല്ലേ, ആ സ്ഥാനങ്ങൾ മാറിയിരിക്കുമ്പോഴത്തേക്കും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാ. അത് പിന്നെ അടുക്കിയും പെറുക്കിയും വെക്കാതെ ഒരു സമാധാനവും ഇല്ല. കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോഴത്തേക്കും വാങ്ങിയ ചെടിച്ചട്ടികളാണ് ആയിരിക്കുന്നത്. 5 എണ്ണം 100 രൂപ. ലാഭമായിട്ട് തോന്നി, കാര്യം കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇനി അതിൽ ചെടികളൊക്കെ നടണം. ക്ലീനിങ് ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് അഞ്ചു മഴയും നനഞ്ഞു വന്നത്. നാത്തൂനാണേ ഓഫീസ് ടൈമാണ്, എന്തോ ആവശ്യത്തിന് വന്നെയാണ്. എന്തായാലും അവള് തിരിച്ചു പോകുക. കൂട്ടത്തിൽ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതും കൂടെ നീ വീഡിയോയിലാക്കുവാണോ എന്ന്. ഈ സമയത്ത് ഹരിക്കുട്ടൻ നല്ല ഉറക്കമാണേ, തണുപ്പല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഹരിക്കുട്ടൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എന്റെ ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കുന്നത്. കറണ്ട് പോയി എങ്കിലും ഞാൻ എന്റെ ജോലികളൊക്കെ മാക്സിമം ചെയ്ത് തീർത്തു. കുഞ്ഞിന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇന്ന് വെജിറ്റബിൾസ് കൊടുക്കാന്നാ കരുതിയത്. അതാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള അവർ കഴിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കും. കുക്കറിൽ നന്നായിട്ട് വേകണം, അവർക്ക് കഴിക്കുമ്പോൾ എളുപ്പത്തിനുള്ള രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ, ഒരു ഫോർക്കുമായിട്ട് കൊടുക്കുവാണെങ്കിൽ ഹരിക്കുട്ടൻ ഹാപ്പി. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തിനുള്ളിൽ എന്തായാലും കുഞ്ഞ് എഴുന്നേറ്റായിരുന്നു. ചെറു ചൂടോടെ കൊടുക്കാമല്ലോ, മഴയല്ലേ. ഈ സമയത്തൊക്കെ ആശാൻ എന്റെ അടുത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു. ഈ കബോർഡുകളൊക്കെ തുറന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വെളിയിലിടുന്നതാണ് ആശാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇനിയിപ്പൊ നമ്മൾ അതിന് സമ്മതിച്ചില്ലെങ്കിലാ കരച്ചിലായി, വഴക്കായി, സങ്കടമായി, മൊത്തത്തിൽ പ്രശ്നമാണ്. അങ്ങനെ സെറായിക്കുള്ള ഫുഡും ഞങ്ങൾക്കുള്ള നൈറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്തും ഹരിക്കുട്ടൻ എന്റെ അടുക്കൽ നിപ്പോണ്ടേ. നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച മീനുകൾക്ക് കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലെന്ന് തോന്നാറുണ്ടോ? എങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാമേ. ഫ്രീസറിൽ വെച്ച പോലെ തന്നെ എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് ആ ഐസും ആ തണുപ്പും എല്ലാം തന്നെ മെൽറ്റായി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം എടുത്ത് വെട്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി കറി വെക്കുവാണെങ്കിൽ ആ ശരിക്കും ഫ്രഷ് മീനിന്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കറിക്ക് കിട്ടുവേ. ഇല്ലെങ്കിൽ ഒരുമാതിരത്തെ ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് അത്ര ഒരു ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ആയി പോകും. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊന്ന് പറയണേ. അങ്ങനെ മീനൊക്കെ വെട്ടി വറുക്കാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ അതായത് ഷേപ്പുകളിലൊക്കെ മുറിച്ച് മാറ്റി വെച്ച്. വറുക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാറില്ല. സാധാരണ അങ്ങനെയൊക്കെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കതെന്തോ ഇഷ്ടമല്ല. പകരം ഞാൻ ചെയ്യുന്നത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രം ചേർത്ത് വറുക്കാറാണ് പതിവ്. പിന്നെ മീനെല്ലാം തേങ്ങയും മുളകും അരച്ചാണ് വെച്ചത്. അത് നല്ല രുചിയായിരിക്കും വറ്റം. ഈ സമയമെല്ലാം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.